എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും നടക്കുന്ന ഒരു മൈക്ക് വാങ്ങിക്കാൻ. ഈ മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ സൗണ്ടൊന്നും കറക്റ്റ് കിട്ടത്തൊന്നുമില്ല. അപ്പം ഞാൻ അതിനുവേണ്ടി ഒരു മൈക്ക് കുറേ നാളുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പം ഞാൻ ഫൈനലി അത് വാങ്ങിച്ചിരിക്കുകയാണ്. ബോയ BY-M1 എന്ന മൈക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നല്ല ഓഫറിനാണ് എനിക്ക് കിട്ടിയത്. 540 രൂപയായുള്ളൂ അതിൻ്റെ വില. അപ്പം അത് എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ട്, അത് ഉപയോഗിച്ചതിന് ശേഷമുള്ള സൗണ്ട്, എൻ്റെ ക്ലാരിറ്റി, സൗണ്ടിൻ്റെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തരമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ പൊതിയൊന്ന് പൊട്ടിക്കാം. എന്തൊക്കെയാണെന്ന് തുള്ളതെന്ന് നോക്കാം. അകത്തൊരു നീല ബോക്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ഈ കവറിൽ തന്നെ ബോയാണ് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കേസ് പോലെ കാണാം. എനിക്ക് തോന്നുന്നു ഇതിനകത്തായിരിക്കും നമ്മളെ മൈക്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കേബിൾ കാണാം. ഈ മൈക്രോഫോണിൻ്റെ കേബിൾ കാണാം. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഇതിനകത്ത് തന്നെയാണ് നമ്മളെ അതായത് ഒരു ബാറ്ററി അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഈ മൈക്ക് വയ്ക്കാനുള്ള ഒരു ഇത് സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമറ ഉണ്ടല്ലോ, ആക്ഷൻ ക്യാമറകൾ ഉപയോഗിക്കാനുള്ള ഇതാണ്, കുത്തുന്നതാണ്, ക്യാമറയിലേക്ക് കൊടുക്കുന്നത്. ഇത് നമ്മളെ മൈക്ക് പിടിച്ചിടാനുള്ള ക്ലിപ്പാണ്. ഇതെങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് സാധനം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ യൂസർ ഗൈഡും പിന്നെ ഈ വാറന്റി കാർഡാണ്, വാറന്റി കാർഡും കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്യാമറ കണക്ട് ചെയ്യുന്നതിൻ്റെ കേബിള്. ഇതൊരു നല്ല നീളമുണ്ട് കേട്ടോ, നല്ല 10 മീറ്ററോളം നീളമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മളെ മൈക്കാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം വെച്ചാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറയ്ക്കും പിന്നെ ഈ മൊബൈൽ ക്യാമറയ്ക്കും കണക്ട് ചെയ്ത് ഓണും ഓഫും ആക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. അപ്പം കേസാണ്ട് ഇതിനകത്താണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് ബാറ്ററിയുടെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആക്ഷൻ ക്യാമറ, ഗോപ്രോ അങ്ങനെയല്ല ആക്ഷൻ ക്യാമറയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഈ ബാറ്ററിയുടെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ആവശ്യമില്ല. ഇത് ക്യാമറയ്ക്ക് കൊടുക്കുന്നത് മുകളിലോട്ടും നമ്മുടെ സ്മാർട്ട് ഫോണിന് കൊടുക്കുന്നത് താഴോട്ടുമാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ മൊബൈൽ കണക്ട് ചെയ്തേ എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ മൈക്കിൽ കണക്ട് ചെയ്യാതെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഈ പല ആൾക്കാർ ഇതിൻ്റെ അൺബോക്സിങ് ഇതൊക്കെ ചെയ്ത് ഓരോന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യണം. ഓപ്പൺ ക്യാമറ ഓൺ ആക്കിയാൽ മാത്രമേ ഇത് കണക്റ്റ് ആവുള്ളൂ, സൗണ്ട് കറക്റ്റ് ഇതാവുള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്നും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഗെയ്സ്, ഇപ്പം ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഗെയ്സ്, ഞാൻ ഈ ഓപ്പൺ ക്യാമറയിൽ നിന്ന് ഓണാക്കാതെയാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നു. സൗണ്ടിന് നല്ല വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്, നോയിസ് ക്യാൻസലേഷനൊക്കെ ഉണ്ട്, നല്ല വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു മിക്ക യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്ന ക്യാമറയാണ് ഈ ബോയ BY-M1 എന്ന ഈ മൈക്ക്.
അപ്പോൾ അത് എനിക്ക് നല്ല റിസൾട്ടുണ്ട്. നല്ല കാരണം ഈ 540 രൂപയ്ക്ക് ഇതൊരു നല്ലൊരു മൈക്ക് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.